രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി 2 മാസങ്ങൾക്കുള്ളിൽ 3 വട്ടം വന്നു കേരളത്തിൽ. അതുകൊണ്ട് ഒരു CPI സെക്രട്ടറി 2 മാസത്തിൽ 2 പ്രാവശ്യം കണ്ണൂർ വന്നാൽ അത് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഈ മാധ്യമ സമൂഹത്തിൽ നിങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായ എനിക്ക് ന്യായമായും ഉത്കണ്ഠയുണ്ട്. ഇത്തരം മാധ്യമ കൂട്ടായ്മകൾ, പ്രസ് കോൺഫറൻസുകൾ, മീറ്റ് ദ പ്രസ്സുകൾ, സംവാദങ്ങൾ, ചർച്ചകൾ, അതെല്ലാം എത്ര കാലം നമ്മുടെ നാട്ടിൽ ഇന്നത്തേതുപോലെ തുടരുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്. ആ ആശങ്കയ്ക്കുള്ള പരിഹാരം ഈ സ്ഥിതിയിലേക്ക് നാടിനെ എത്തിച്ച ഭരണത്തിന് അന്ത്യം കുറിക്കലാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്. അത് മാത്രമാണ് പരിഹാരം. ഇതൊരു സാങ്കല്പികമായ ചിത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാവരും കൺമുമ്പിൽ കാണുകയാണ്. ലോകത്തിലെ തന്നെ മാധ്യമ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി എന്നും കരുതപ്പെട്ടു പോകുന്ന BBC ഇന്ത്യയിലെ അതിൻ്റെ ഓഫീസ് പൂട്ടി. ചെറിയ കാര്യമല്ല അത്. BBCക്ക് പ്രവർത്തിക്കാനാകാത്ത അവസ്ഥയുണ്ടായി ഇന്ത്യയിൽ. BBC കാണിച്ച കുറ്റമെന്താണ്? BBC ആ ഡോക്യുമെൻ്ററി സംപ്രേഷണം ചെയ്തു. ഇന്ത്യ ദ മോഡി ഫാക്ടർ, ദ മോഡി ക്വസ്റ്റ്യൻ, ഫാക്ട്സ് ദ മോഡി ക്വസ്റ്റ്യൻ, അതൊരു ഡോക്യുമെൻ്ററിയാണ്. 2002 ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും മികച്ച പ്രൊഫഷണൽ സ്കില്ലോടുകൂടി തയ്യാറാക്കപ്പെട്ട 100% ഒബ്ജക്റ്റിവിറ്റി പാലിച്ച ഡോക്യുമെൻ്ററി ആയിരുന്നു. ആ നീതിബോധം കൊണ്ട് തന്നെ അതിനകത്ത് ഒരാൾ ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ കാണിക്കേണ്ടി വന്നു. ആ ഒരാൾ ഗുജറാത്ത് കലാപത്തിൻ്റെ വില്ലനായി. പിന്നീട് സംഘപരിവാർ അദ്ദേഹത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നായകവേഷം കെട്ടിച്ചു. ആ ആൾ നരേന്ദ്രമോദിയായിരുന്നു. നരേന്ദ്രമോദിയുടെ യഥാർത്ഥമായിട്ടുള്ള പങ്കാളിത്തം എന്താണെന്നും ആ ഡോക്യുമെൻ്ററി ലോകത്തെ അറിയിച്ചു. അന്നു മുതൽ BBCയുടെ ഇന്ത്യ ഓഫീസ് നോട്ടപ്പുള്ളിയായി, നിരന്തരം വേട്ടയാടപ്പെട്ടു. IT എന്ന് പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനായി പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടു. നിൽക്കക്കള്ളിയില്ലാതെ BBCക്ക് ആഫീസ് കൂട്ടി പോകേണ്ടി വരുന്നു. ഇതാണ് ഇന്നത്തെ ഇന്ത്യ. ഫ്രീഡം ഓഫ് പ്രസ് ഇൻഡെക്സ് ഉണ്ട് ലോകത്ത്. അതിൽ ഓരോ വർഷം കഴിയുന്തോറും ഇന്ത്യയുടെ സ്ഥാനം താഴേക്കാണ്. നമ്മുടെ മുകളിൽ ഇനി സ്വേച്ഛാധിപത്യം നടമാടുന്ന, പട്ടാളം ഭരിക്കുന്ന കിരാതവാഴ്ചയുടെ പേരിൽ ലോകമറിയുന്ന 3 or 4 രാജ്യങ്ങളെ ഉള്ളൂ നമ്മുടെ മുകളിൽ. നാം താഴത്തേക്ക് പോവുകയാണ്. സ്വാതന്ത്ര്യം, പൗരാവകാശം, മാധ്യമ സ്വാതന്ത്ര്യം തുടങ്ങിയിട്ടുള്ള എല്ലാം നാൾക്കുനാൾ വെല്ലുവിളിക്കപ്പെടുന്ന ഇന്ത്യയിലാണ് നാം കൂടുന്നത്. അതുകൊണ്ട് ഏത് മാധ്യമത്തിൻ്റെ പ്രതിനിധിയാണ് നിങ്ങൾ എന്ന ചോദ്യമില്ല. ഏത് മാധ്യമ പ്രതിനിധിയായാലും മാധ്യമലോകത്തിൻ്റെ ഭാഗമായവർക്കാർക്കും ഇന്നത്തെ അവസ്ഥയിൽ നിഷ്ക്രിയമായി, നിസ്സംഗമായി ഇരിക്കാൻ പറ്റില്ല. അത് വ്യക്തമാക്കപ്പെടുകയാണ്. BBCക്ക് മേൽ കേന്ദ്ര ഭരണകൂടം അഴിച്ചുവിട്ട ജനാധിപത്യ വിരുദ്ധമായ നയങ്ങളെ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ
ആ എതിർപ്പിനിരയായി മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥ വന്നപ്പോൾ പ്രവർത്തനം മതിയാക്കി പോകേണ്ടി വരുന്ന BBC-യുടെ എല്ലാ മാധ്യമ പ്രവർത്തകരോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇന്ത്യൻ മാധ്യമ ലോകത്തിൻ്റെ മുമ്പിൽ ഗൗരവപ്പെട്ട കർത്തവ്യങ്ങളെപ്പറ്റി ഈ അനുഭവം പറയുന്നുണ്ട് എന്ന് ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഇതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ള കാര്യം. ഇതുപോലൊരു കാര്യം നിങ്ങളുടെ എല്ലാം ഡെസ്കിൽ എത്രമാത്രം സ്വീകരിക്കപ്പെടും എന്നെനിക്കറിയാം. അതുകൊണ്ട് നാളെ ഇതുമായി ബന്ധപ്പെട്ട 2 വരി പോലും വരുമെന്ന് പ്രതീക്ഷിക്കാൻ അവകാശമില്ല. വന്നാൽ സന്തോഷം, പക്ഷെ അത് പറയേണ്ടി വരും.